നമസ്കാരം. നമുക്കിനി കുറച്ചു നേരം ചിരിയുടെയും ചിലങ്കത്താളത്തിൻ്റെയും ലോകത്തിലേക്ക് പോകാം. അവതരിപ്പിക്കപ്പെടുന്ന പരിപാടിയുടെ വ്യത്യസ്തത കൊണ്ടും പുതുമ കൊണ്ടും ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഓരോ കലാരൂപവും നിങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്. മർഹബ 2005 സ്വീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏതൊരു പരിപാടിയുടെയും വിജയം തീർച്ചയായിട്ടും അത് കാണുന്ന പ്രേക്ഷകരുടെ അനുമോദനങ്ങളിലൂടെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ വന്നെത്തിയ കലാകാരന്മാരെ എല്ലാം നിങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സമാരംഭിക്കട്ടെ. മർഹബ 2005. മുഖ്യമന്ത്രി ഒരാൾ സമയം വരുന്നത് നിങ്ങളവിടെ ആളെ കൊണ്ട് മാറ്റി ഇത് എത്ര പറഞ്ഞാൽ മനസ്സിലാവുകയില്ലെന്ന് എന്ത് ചെയ്യുമ്പോ ഞാൻ കുഴപ്പമൊന്നുമില്ല. ഒന്നൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പ്ലീസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മഹാമേളയിലേക്ക്, ജനസമ്പർക്ക മഹാമേളയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇതിൻ്റെ ഉദ്ഘാടകൻ കൂടിയായ അദ്ദേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിവരില്ല. കാരണം അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം 1,09,615 പരാതികൾ സ്വീകരിക്കുകയും അതിലൊന്നുപോലും കീറിക്കളയാതെ ചവറ്റുകൊട്ടയിലിടാതെ കത്തിച്ച് കളയുക മാത്രം ചെയ്ത ആ മഹാൻ കേരളത്തിലെ ഒടുക്കത്തെ വിജയത്തിന് ശേഷം ഗൾഫ് നാടുകളിൽ എത്തിയിരിക്കുകയാണ്. ഇതിനു മുന്നോടിയായി ഗൾഫ് നാടുകളിലുടനീളം പ്രശസ്തരായ TV സിനിമാ താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കലാപരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ആ മഹത് വ്യക്തിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫിലിപ്പേട്ടൻ എന്ന് പറയും. സാർ ഭയങ്കര വേർത്ത് കുളിച്ചിട്ടുണ്ടല്ലോ. അത് ഞാൻ ഈ ഗൾഫിലെ മലയാളികളുടെ പരാതികളെല്ലാം സ്വീകരിച്ച് വേർത്ത് കുളിച്ച് ഓടിക്കിറച്ചാണ് തല്ലുകൊള്ളാണ്ട് ഇവിടെ വരെ എത്തിയത്. ഒരു ഐസ്ക്രീം എടുക്കട്ടെ. അത് പോണോ? കേരളത്തിൽ ഐസ്ക്രീം പേടിച്ചിട്ടാണ് ഞാൻ ഗൾഫിൽ വന്നത്. അപ്പോൾ അതേ ഗൾഫിലും ഐസ്ക്രീം എന്ത് വന്നാലും മുഖ്യമന്ത്രിക്ക് കിടക്കപ്പുറതിയില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ എൻ്റെ മന്ത്രിസഭയിലും ലൈസൺ കമ്മിറ്റിയിലും പലവട്ടം ചർച്ച ചെയ്ത് ഒടുവിൽ മാത്രമാണ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അതും നിയമത്തിൻ്റെ വഴിക്ക് പോകും, ഞാൻ എൻ്റെ വഴിക്ക് പോകും. കേരളത്തിൽ ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രി പോലും ജനസമ്പർക്ക പരിപാടി നടത്തിയിട്ടില്ല. കേരളത്തിൽ ജനസമ്പർക്ക പരിപാടി നടത്തി മതിയും കൊതിയും കെടാതെയാണ് ഗൾഫിലെ നിങ്ങളെ കൂടി സമ്പർക്കം ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഗൾഫിലെ മലയാളികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഞാൻ തന്നെ ആയിരിക്കണം. എന്നാൽ കേരളത്തിൽ നിന്നും ഗൾഫിൽ വരുന്ന മലയാളികൾക്ക് വിസയും പാസ്പോർട്ടും ടിക്കറ്റുമില്ലാതെ ഇവിടെ ജോലി ചെയ്യേണ്ട സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കും. അപ്പോൾ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയ എൻ്റെ ഗവൺമെൻറ്റിന് വേണ്ടി ഈ ജനസമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. അതോടൊപ്പം ആചാരവിധിപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തന്ത്രമന്ത്ര കുന്ത്രങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന നമ്മുടെ ഇന്ത്യയുടെ രക്ഷകനായ ആറ്റുകാൽ രാമകൃഷ്ണനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. അത് ഈ എല്ലാവരുടെ സമയം കൃത്യമായിട്ട് പറയുന്ന നിങ്ങൾ ഈ സമയം പഠിക്കാണല്ലോ വന്നത്. അത് സമയം ശരിയല്ല. എൻ്റെ അല്ല, എൻ്റെ എന്ത് പറ്റി? വാച്ച് 2 ദിവസമായിട്ട് കേടാ. അപ്പൊ നമ്മൾക്ക് കർമ്മത്തിലേക്ക് കിടക്കാം. അല്ല, അതിനു മുമ്പ് എനിക്ക് 1-2 പേരെ വിളിക്കാനുണ്ട്. ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്. ശരി. അത് പെട്ടെന്ന് വിളിക്കൂ, സമയമില്ല. വിളിച്ചോട്ടെ? വിളിച്ചോ. അച്ഛാ, ഇതെന്റെ അച്ഛൻ.
ആറ്റുകാൽ ബാലകൃഷ്ണൻ. നമസ്കാരം. നമസ്കാരം. കൊള്ളാം കൊള്ളാം. ഓ അടുത്ത ആളെ വിളിച്ചോട്ടെ. ഇനിയുണ്ടാണ്, വിളിച്ചോളൂ. മുത്തച്ഛ, ഇതെന്റെ മുത്തച്ഛൻ ആറ്റുകാൽ ടിൻഡു മോൻ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ ജനസമ്പർക്ക പരിപാടിയായിട്ട് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ഈ കുടുംബ സമ്പർക്ക പരിപാടിയായിട്ട് വന്നിരിക്കണോ? മൊത്തത്തിലൊരു സമ്പർക്കമാണല്ലോ ഉദ്ദേശിക്കുന്നത്. എന്നാ സമ്പർക്കമാണല്ലോ. ശരി, അപ്പൊ എനിക്ക് അധികം സംസാരിക്കാൻ സമയമില്ല. നന്ദി, നമസ്കാരം. ശരി, എന്നാൽ കാണാം. മുത്തച്ഛനറിയാവോ, ഞാൻ യന്ത്രം കൊടുത്ത് മന്ത്രിയായ ആളാ. ഇപ്പൊ ജനസമ്പർക്ക പരിപാടിയായിട്ട് നടക്കുക. ഇതേപോലെ ആ തെന്നാലിക്കുട്ടിക്ക് ഞാൻ ഒരു യന്ത്രം കൊടുത്തായിരുന്നു. പുള്ളി ഇപ്പോൾ ജനന സമ്പർക്ക പരിപാടിയായിട്ട് നടക്കുക. അത്രയുള്ള വ്യത്യാസം. ഇപ്പോൾ ലഗ്നവശാൽ മർഹബയിലെ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന സമയമായി വരികയാണ്. തിങ്കളിൽ ശനിയുടെ അപഹാരവും അനിയൻ ശശിയുടെ ഉപദ്രവവും ഉള്ളതുകൊണ്ട് ഈ നെടുമുടി എന്ന് പറയുന്ന സ്ഥലം കേരളത്തിൻ്റെ മധ്യഭാഗത്ത്, അതായത് കാസർഗോഡ് ഭാഗത്ത് കിടക്കുന്നത് കൊണ്ടും എന്തുകൊണ്ടും ആദ്യം ഇവിടെ വരാൻ അനുയോജ്യൻ നെടുമുടി വേണുവാണ്. അദ്ദേഹത്തെ ക്ഷണിക്കാം. നെടുമുടി വേണു ഇന്ത്യൻ സിനിമയുടെ അഭിമാന താരം, അഭിനയത്തിൻ്റെ പാഠശാല. ഇക്കഴിഞ്ഞ വർഷത്തെയും സംസ്ഥാന ദേശീയ പുരസ്കാര ജേതാവ് ശ്രീ നെടുമുടി വേണു. പ്രിയമുള്ളവരെ, 3-4 വർഷത്തിന് ശേഷം വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇത്തവണ വളരെ വിഭിന്നമായ ഒരു ചേരുവയാണ് ഇതിൻ്റെ സംവിധായകൻ ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഇവിടെ പരീക്ഷിക്കുന്നത്. ഇത് വളരെ നല്ല ഒരു കൂട്ടാണ് എന്ന് കഴിഞ്ഞ അരങ്ങുകൾ തെളിയിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്, ഞങ്ങൾ ആതിഥേയരാണ്. ഏറ്റവും സ്വാദിഷ്ടമായ ആഹാരം വിളമ്പുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. അത് ഭംഗിയായി നിർവഹിക്കുന്നതാണ്. ഈ ദിവസം നമുക്ക് ഇരു കൂട്ടർക്കും ഒരു നല്ല ഓർമ്മയായി മനസ്സിൽ ശേഷിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഈ നെടുമുടി വേണു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് മുടിയുള്ള ആളായിരിക്കുന്നു. ഇത് തീരെ മുടിയില്ലല്ലോ, നോമുടി വേണു ആണെന്ന് തോന്നുന്നു. ആരത്? ഇതെന്റെ അച്ഛൻ ആറ്റുകാൽ ബാലകൃഷ്ണൻ. അന്ന് അച്ഛനോടൊരു കാര്യം പറയണം. അതായത് ഈ തലയ്ക്ക് മോളിൽ കുറച്ച് മുടി ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതിനകത്ത് വല്ലതും വേണം, എന്നാലേ ഗുണമുള്ളൂ. അതില്ലാത്തോണ്ട് ഇങ്ങനെ ആയിപ്പോയി. എന്താ നാള്? എന്തോ നക്ഷത്രം വിശാഖം. നല്ല നക്ഷത്രമാണ്. സമയവശാൽ ഇപ്പൊ അനുകൂല സമയമാണ്, ഇല്ലെങ്കിൽ നക്ഷത്രം എണ്ണിപ്പോയേനെ. അത് മാത്രമല്ല, ഭാവാഭിനയ ചക്രവർത്തിയായ മധു, എന്താ മോനെ? അല്ല, ഭാവാധിപനായ കേതു ഈ ലഗ്നത്തിൽ മറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഈ കേതുവിനെ പുറത്തു കൊണ്ടുവരണം. ഞാനൊരു യന്ത്രം തരട്ടെ. യന്ത്രോ? തൽക്കാലം ആ തന്ത്രം കൈത്തറി ഇരിക്കട്ടെ. അത് ഏറ്റില്ല അല്ലേ? അല്ല, ചിലതിങ്ങനെ ചീറ്റിപ്പോകാറുണ്ട്. മോനെ, നമുക്ക് ആരോട് വേണമെങ്കിലും വിഡ്ഢിത്തരം പറയാം, പക്ഷെ നുണയാണെന്ന് കേൾക്കുന്നവന് തോന്നരുത്. അത് തന്നെ. അപ്പോൾ ഈ നെടുമുടിക്ക് ലഗ്നത്തിൽ വിഘ്നവും ഇന്നസെന്റിന് വിഘ്നത്തിൽ ലഗ്നവും ആയതുകൊണ്ട് നമ്മളൊക്കെ വളരെ ഇന്നസെന്റ് ആയതുകൊണ്ടും അടുത്തായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഇന്നസെന്റാണ്. അഭിനയത്തിൻ്റെ പര്യായം, നർമ്മത്തിന് പുതിയ അർത്ഥതലങ്ങൾ ഭാവത്തിലും ശബ്ദത്തിലും പകർന്നു തന്ന നിങ്ങളുടെ സ്വന്തം ഇരിഞ്ഞാലക്കുടക്കാരൻ ശ്രീ ഇന്നസെന്റ്. പ്രിയമുള്ളവരെ, ദുബായിൽ വന്നപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ അമേരിക്കയിലായാലും അല്ലെങ്കിൽ യൂറോപ്പിലായാലും ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ പല സ്ഥലത്തും കുവൈറ്റിലോ അല്ലെങ്കിൽ ഖത്തർ അങ്ങനെയുള്ള സ്ഥലത്തിലൊക്കെ പോകുമ്പോഴും നമ്മുടെ നാട് എന്ന് തോന്നുന്ന ഒരു സ്ഥലമാണ് ദുബായ്. ഒരുപക്ഷെ ഒരുപാട് മലയാളികളുള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ കൂടെ പഠിച്ച ഒരുപാട് സുഹൃത്തുക്കൾ, നാട്ടുകാർ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷമാണ്. മാത്രമല്ല, ഇവിടെ പ്രോഗ്രാം നടത്തി നന്നായി എന്നറിഞ്ഞാൽ മാത്രമേ മറ്റുള്ള സ്ഥലങ്ങളിൽ വിജയിക്കുകയുള്ളൂ എന്നുവരെ ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ എത്രാമത്തെ പ്രാവശ്യമാണ്? ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ ഈ പ്രാവശ്യവും വരാൻ സാധിച്ചു, നിങ്ങളെയൊക്കെ വീണ്ടും കാണാൻ സാധിച്ചു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഈ ലഗ്നത്തിൽ വിഘ്നം സംഭവിച്ചിരിക്കുകയാണ്.
അപ്പം അശ്വതിയുടെ കാലും രേവതിയുടെ അരയും കാർത്തികയുടെ കഴുക്കോലും ചേർന്നിട്ട് സമയം കുറച്ച് മോശമാണ്. നക്ഷത്രം എന്താ? മൂലം. മൂലം. കാലിക്ക് കാല്, മുക്കാല്, അരക്കാല് എല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ടോ? ചെറിയ കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ട്. ഉണ്ട്. എന്താ? ഈ മൂലം നക്ഷത്രം ആയതുകൊണ്ട് പൈൽസ് ഉണ്ടാകാനുള്ള യോഗമുണ്ട്. എന്താ കാണണോ? അയ്യേ, വൃത്തികെട്ടാണ്. ഇത് ഇന്നസെന്റ് ആണോ ഇൻഡീസെന്റ് ആണോ? സംഖ്യാശാസ്ത്രത്തിൽ നോട്ടത്തിന് വളരെ പ്രാധാന്യമുള്ളതുകൊണ്ടും ആയിരിക്കുന്ന പെൺകുട്ടി ഈ ഇരിക്കുന്ന ആൺകുട്ടിയെ നോക്കിയത് കൊണ്ടും അതൊരു പെൺകുട്ടി ആയതുകൊണ്ടും ഒരു പെൺകുട്ടി വിളിച്ചാൽ മതി. അത് മാത്രമല്ല, ആ പെൺകുട്ടിയുടെ നോട്ടം ഏതാണ്ട് ഗുജറാത്ത് ഭാഗത്തേക്ക്, നമ്മുടെ കേരളത്തിൻ്റെ മധ്യ ജില്ലയായ ഗുജറാത്ത് ഭാഗത്തേക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഗുജറാത്തിൽ നിന്ന് കാൽത്തള കെട്ടിയ ഒരു പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കുക. അതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരും പൊക്കോ. അല്ല, വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ കയ്യിലിരിപ്പും എൻ്റെ സമയമോശവും കൊണ്ട് ആ പെണ്ണ് ഇവിടെ വരുമ്പോൾ നിങ്ങളിവിടെ കാണാൻ പാടില്ല. വിട്ടോ വിട്ടോ വിട്ടോ. സംഭവം പ്രായമായെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, വല്ലാം പോക്ക് കേസാ. വസുന്ധര ദാസ് ഗായികയായും സിനിമാ താരമെന്ന നിലയിലും ജനഹൃദയങ്ങളിൽ പ്രത്യേകം സ്ഥാനം നേടിയെടുക്കുവാൻ കഴിഞ്ഞ അപൂർവം സൗഭാഗ്യത്തിൻ്റെ ഉടമ. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് വേറിട്ട് ഒരു ആകർഷണീയതയുമായി ഇതാ വസുന്ധര ദാസ്. Good afternoon, ladies and gentlemen. It's great to be back in Dubai. I hope you guys are having a good time already. I can't see you. Hi. Okay. So you're not asleep, you're not having your nap. It's time to to have some fun. And we're here to give you just that, and I hope you'll enjoy yourselves today. ഭാഷ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു കലക്കിയാൻ ഒരു യന്ത്രം കൊടുത്തിട്ട് ഞാൻ വിടുകൊള്ളായിരുന്നു. ഇപ്പം ലഗ്നവശാൽ ഇനി എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇതേതാ ഈ മുട്ടനാട്? എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ ഇവിടുത്തെ ആസ്ഥാന ജ്യോത്സ്യനാണ്. ഞാൻ മർഹബയിലെ ആൾക്കാരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആസ്ഥാന ജ്യോത്സ്യനല്ല, ആസ്ഥാനത്തെ ജ്യോത്സ്യനാണ്. ഫാദർ തേങ്ങാപ്പുരത്തിൽ വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നടക്കുന്ന സംഭവത്തിൽ പ്രിയപ്പെട്ട മിനിസ്റ്റർ കുഞ്ഞുഞ്ഞും ഞങ്ങളുടെ സഭയും ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിനിടയ്ക്ക് യന്ത്രം വിൽക്കാൻ വന്ന ഈ മനുഷ്യൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരുപാട് പേരെ വിളിക്കാൻ മറന്നുപോയി. അല്ല, അച്ഛൻ വിളിച്ചോ? ഞാൻ വിളിക്കാം. പ്രിയമുള്ളവരെ, പ്രിയ കുഞ്ഞാടുകളെ, ദൈവത്തിന് നാമത്തില്ല, അല്ലെങ്കിൽ ആ വിശ്വാസത്തില്ല, അല്ലെങ്കിൽ ആ വേളയില്ല, ഏതെങ്കിലും ഒന്ന് പോരെ, അല്ലെങ്കിൽ ആ ഇൻട്രവെല്ലില്ല. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇദ്ദേഹം വിളിച്ച ആൾക്കാരല്ല ഞാൻ വിളിക്കാൻ പോകുന്നത്. കേരളക്കരയിൽ ആബാലവൃദ്ധം ജനങ്ങൾ കയ്യടോടെ സ്വീകരിച്ച ലജ്ജാവതിയെ. അയ്യോ, നിന്റെ കള്ളക്കടക്കണ്ണിൽ താഴമ്പൂവോ താമരപ്പൂവോ എന്തൊക്കെയോ പൂക്കൾ വിരിയിച്ച ആ മഹാനായ വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹൃദം കയ്യടോടെ നമുക്ക് സ്വീകരിക്കാം. ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ട് ലജ്ജാവതിയെ. പ്രിയമുള്ളവരെ, നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. എനിക്ക് പ്രസംഗിക്കാനൊന്നുമില്ല, ഇതല്ല. നമുക്ക് വീണ്ടും പരിപാടികളെ കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം കുഞ്ഞാടേ. വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. ഭാഗ്യം. സുഹൃത്തുക്കളെ, അടുത്തതായിട്ട് വിളിക്കാൻ പോകുന്ന അതാ അവിടെ ആ ഓഡിയൻസ് ഇടയിൽ നിന്നൊരു യുവ കോമളൻ കോട്ടുവായിട്ടു. ഇത് കേട്ടപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു യുവ കോമളായ നടൻ മറ്റാരുമല്ല, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഒരു നടനുണ്ട്. എന്റെ കർത്താവേ കൃഷ്ണ. ആകർഷണീയമായ ശരീരഘടനയും എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി ഒരു യുവകോമളൻ കൃഷ്ണ. നല്ലൊരു പയ്യനാണോ? ഇനി അടുത്ത കുഞ്ഞാട് ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ഇവിടെ മാങ്ങ പറിക്കാൻ വന്നതല്ല, ഞാൻ തേങ്ങ പറിക്കാനും വന്നതല്ല. തെങ്ങും പറിക്കലിന് എന്റെ സ്വഭാവം അറിയാത്തോണ്ടാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, യന്ത്രം കയറ്റി കൊന്നുകളയും ഞാൻ. യന്ത്രം കയ്യിൽ വെച്ചോളൂ, പക്ഷേ മരക്കുറിച്ച് എടുത്ത് കഴിഞ്ഞാൽ നിന്നെ അടിച്ച് കൊല്ലും ഞാൻ. അയ്യോ, ഒരു കാര്യം ഞാൻ പിന്നെ പറയാം. അച്ഛൻ പോകുന്നത് അതെ, ഈ ലഗ്നവശാൽ ഇതിന്റെ നോട്ടത്തിന് നിയമിച്ചിരിക്കുന്ന ജോലിസിലാണ് ഞാൻ. അതിന്റെ ഇടയ്ക്ക് ഈ മുട്ടനാട് വന്ന് കയറി. ഞാൻ പറയാം. അതായത് മുഖ്യമന്ത്രി ഏൽപ്പിച്ചാണ് എന്നെ ഏൽപ്പിച്ച പരിപാടിയാണ്, അത് മുടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഈ ഇതിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്.
മനസ്സിലായോ? അപ്പോൾ എന്നെയാണ് പലരും ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. തൽക്കാലം ഒരു കാര്യം ചെയ്താട്ടെ, എൻ്റെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞിട്ട് നിങ്ങളെ വീണ്ടും വിളിക്കാം. അതൊരു പേരുന്നാട്ടെ. ഞങ്ങൾ പോകാം. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ്? ഈ ശബ്ദം ഞങ്ങളുടെ ഫാമിലി വോയിസ് ആണ്, ഇത് ഇമിറ്റേറ്റ് ചെയ്യരുത്. ഇല്ല, ഇത് ഓടി നടന്ന് ശബ്ദം അടച്ചു പോയി. sorry. എന്നെ ഞെക്കി കൊട്ടനാടെ, വാ. എന്നെ ഞെക്കി ചെല്ല്. കൊല്ലാൻ ശ്രമിച്ചു. എൻ്റെ പ്രസംഗം കഴിഞ്ഞ് വിളിക്കാം. കൊല്ലാൻ ശ്രമിച്ചു. നമ്മൾ ഒരു കുരുത്തക്കേട് കാണിച്ചത് നമ്മൾ ആദ്യം വിളിക്കേണ്ട ആളെ ഇതുവരെ വിളിച്ചില്ല എന്നുള്ളതാണ്. നമ്മളെന്നല്ല, നിങ്ങൾ പലരും ജനിക്കുന്നതിന് മുമ്പ് മലയാള സിനിമയിൽ വരികയും മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഭാവഗായകനായി തീരുകയും ചെയ്ത ആ മഹൽ വ്യക്തി അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ രംഗവേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ KP ഉദയഭാനു. മലയാളിയുടെ പ്രണയവും വിഷാദവും സ്വപ്നത്തിലും യാഥാർത്ഥ്യത്തിലും വിടർന്നത് ഈ ഗായകന്റെ ശബ്ദത്തിലൂടെയാണ്. ശ്രീ KP ഉദയഭാനു. നമുക്കറിയാം, മലയാള സിനിമയിൽ ഒരു വിനീതുണ്ട്, കലാശാല പ്രതിഭയും നർത്തകനും നടനുമായ വിനീത്. അതേപോലെ അതേ പാത പിന്തുടർന്ന് പ്രതിഭയും നടനും നർത്തകനും വിനീതനുമായ മറ്റൊരു വിനീത്. ബാല്യകാലം മുതൽ മലയാളികൾ വാത്സല്യത്തോടെ വളർത്തിക്കൊണ്ടുവരുന്ന യുവഹൃദയങ്ങളുടെ പുത്തൻ തുടിപ്പായ വിനീത് കുമാർ. ഇനി പരിചയപ്പെടുത്താനുള്ളത് നടനായ ഒരു മേനോനെയാണ്. തൃശ്ശൂർക്കാരൻ മേനോൻ. ഘനമുള്ള ശബ്ദത്തിൻ്റെയും മിതത്വമാർന്ന അഭിനയത്തിൻ്റെയും മികവോടെ മലയാള സിനിമയിൽ ജ്വലിച്ചു നിൽക്കുന്ന ശ്രീ മേനോൻ. ഒതുക്കമുള്ള അഭിനയത്തിൻ്റെ അഭിജാതമായ വ്യക്തിത്വത്തിൻ്റെ ഉടമ ബിജു മേനോൻ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. ഈസ്റ്റ് കോസ്റ്റ് ഈ ഷോയ്ക്ക് എല്ലാവിധ പ്രോത്സാഹനവും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനി നമുക്ക് ആരെയാ വിളിക്കേണ്ടത്? അതെ, നവാസ്. കഥ തുടങ്ങുകയായി. അങ്ങനെയും ഒരു ഓലപ്പുര. ഒലയാൽ മേഞ്ഞൊരു കൊമ്പുഗ്രഹത്തിൻ്റെ കൊലയിൽ നിന്നൊരു കോമളാങ്കി. ഒലയാൽ മേഞ്ഞൊരു കൊമ്പുഗ്രഹത്തിൻ്റെ കൊലയിൽ നിന്നൊരു കോമളാങ്കി. ചതിക്കരുത്, നീ ഇപ്പോഴല്ല കഥ പറയേണ്ടത്. മാഷെ, 9 മണിക്ക് ഞാനിവിടെ വന്നിരിക്കുന്നു. മണി 9:30. അരമണിക്കൂർ വൈകി. എനിക്ക് ഈ കഥ പറഞ്ഞ് ഷാർജയിൽ പോണ അടുത്ത കഥാപ്രസംഗമുണ്ട്. അല്ല പ്രഭ, ഞാനത് പറഞ്ഞോട്ടെ. പറയൂ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുകയാണ്. ഇവിടുത്തെ VIP-കളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുപോലൊരു VIP തന്നെയാണ് ഞാനും. ഇത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എനിക്ക് അഡ്വാൻസ് തന്നിട്ട് വന്നിരിക്കുകയാണ് കഥ പറയാനായി. അതെ, പക്ഷെ ഞാനാണ് ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അദ്ദേഹമാണ് എന്നെ ചുമതല. ഞാൻ ഈ കഥ പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചോട്ടെ. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. സാക്ഷാൽ മൂത്തുവിളഞ്ഞ നാളികേരമെടുത്ത് പാകിമുളപ്പിച്ച് വെണ്ണീറും ചാണകമിട്ട് വളർന്നു വന്ന പുഷ്ടിമുള്ള തെങ്ങിന്റെ ഒലയാൽ മേഞ്ഞൊരു കൊമ്പുഗ്രഹത്തിന്റെ കൊലയിൽ നിന്നൊരു കോമളാങ്കി. അത് വേണ്ട, നീ മുമ്പ് ഓല പറഞ്ഞിട്ട് നിന്നെ ഇറക്കി വിട്ടത് ഓർമ്മയുണ്ടല്ലോ. അന്ന് മാഷ കൂടെ ഒരുത്തുണ്ടായിരുന്നില്ല, ഒരു വൃത്തികെട്ടവൻ മോഹൻലാൽ. ഒലയാൽ മേഞ്ഞൊരു കൊമ്പുഗ്രഹത്തിന്റെ കൊലയിൽ നിന്നൊരു കോമളാങ്കി. അതെ, നാടൻ ചാരവും ചാണകമിട്ട് വളർന്നു വന്ന പുഷ്പമുള്ള തെങ്ങിന്റെ ഒലയാൽ മേഞ്ഞൊരു കൊമ്പുഗ്രഹത്തിന്റെ കൊലയിൽ നിന്നൊരു കോമളാങ്കി. കായംകുളത്തുള്ള പെണ്ണുങ്ങൾ ഓലമുടഞ്ഞുള്ള ആ ഒലയാൽ നിനക്ക് എന്താ ഓലയിൽ ഇത്ര താല്പര്യം? ഓല നല്ലതല്ലേ? നല്ലതാണ്, ആയിക്കോട്ടെ. നിനക്ക് പരമാ, നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കാല് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ നിന്നെ കയറ്റിയത്. ഇത്രയും പേരുടെ മുമ്പ് വെച്ച് എന്നെ അപമാനിക്കരുത്. നീ കഥ പറ. നിനക്ക് കഥ പറയാൻ എന്താ പ്രയാസം? ഓല കൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. ഓല കഥ പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഈ ഓലെന്നല്ലേ മാഷ ഈർക്കിലെടുത്തിട്ട് കഥ പറ. ഇത്രയും പേര് കഥ കേൾക്കാൻ വേണ്ടി ഇരിക്കുക. നീ കഥ പറ. നിനക്ക് എന്താ കഥ പറയാൻ ബുദ്ധിമുട്ട്? കഥ പറയാൻ എനിക്ക് ബുദ്ധിമുട്ട്. എന്താ പറ. കഥ പറയാം പരമ, കഥ പറ. കഥ പറയാന്ന് പറഞ്ഞു. കഥ പറ പരമ. മാഷെ പേടിപ്പിക്ക തന്നെ. കഥ പറ. എന്ത് കഥ പറ. കഥ പറയാൻ നിനക്ക് എന്താ പ്രയാസം? പറയാൻ കഥ പറയാൻ ബുദ്ധിമുട്ട് എന്താ? കഥ പറയാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് ടീൻഡ്യൂടിയല്ല. കഥ പറ. എന്ത് മാഷേ, എനിക്ക് ക്ഷമ കെടുന്നു കേട്ടോ. കഥ പറ. കഥ പറ. പറയടാ, നിനക്ക് എന്താ ബുദ്ധിമുട്ട്?
കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുക്കാൻ ഞാൻ മറന്നു മാഷേ. എന്താണ് കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുക്കാൻ ഞാൻ മറന്നു. ആ കഥയല്ല മാഷേ ഞാൻ ഇവിടെ പറയുന്നത്, പുതിയ കഥയാണ് ഇത്. അവരോട് പറയാണ് ആ കഥയല്ല, പുതിയ കഥ തുടങ്ങുക എന്നാണ് മാഷേ ഞാൻ പറയാൻ പോണത്. ഓഹോ, പുതിയ കഥയാണ്. പുതിയ കഥയാണ്. ആണോ? അതെ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചോളാം. പ്രിയമുള്ളവരെ, ഈ കഥയുടെ പേര് പ്രഭാകരന്റെ കണ്ണുനീർ അഥവാ മർബഹ. അതെ, പ്രഭാകരൻ കൽക്കട്ടയിൽ ജോലി നോക്കുകയാണ്. പ്രഭാകരന് ഒരു ഫോൺ സന്ദേശം കിട്ടി. അവന്റെ അച്ഛന്റെ 3ാമത്തെ ഭാര്യ മരിച്ചുപോയി. ദുഃഖം സഹിക്കാനാവാതെ പ്രഭാകരൻ കൽക്കട്ടയിൽ വന്ന് ഫ്ലൈറ്റിൽ ചാടിക്കയറി. അങ്ങനെ ആ വിമാനം നെടുമ്പാശ്ശേരിയിലെത്തി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഒരു ടാക്സി എടുത്ത് സ്വന്തം നാടായ ചങ്ങനാശ്ശേരിയിലേക്ക് യാത്രയായി. അങ്ങനെ പോകുമ്പോൾ ആ വഴിയരികിൽ വെറുതെ ഇടത് ഭാഗത്തേക്ക് ഒന്ന് നോക്കി. ഒരുപാട് പുന്നമരം പൂത്തു നിൽക്കുന്നു. ആലപ്പുഴ അരൂർ റോട്ടിൽ പുന്നകൾ പൂത്തു, പുന്നകൾ പൂത്തു നല്ല പൂമണം വീശി. ആലപ്പുഴ അരൂർ റോട്ടിൽ പുന്നകൾ പൂത്തു, പുന്നകൾ പൂത്തു നല്ല പൂമണം വീശി. ആലപ്പുഴ അരൂർ. അങ്ങനെ പ്രഭാകരൻ വീണ്ടും യാത്രയായി. അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ പ്രഭാകരനൊന്ന് മൂത്രമൊഴിക്കണമെന്ന് തോന്നി. ഒരു വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ കാറ് നിർത്തി പ്രഭാകരൻ മൂത്രമൊഴിച്ചു. മൂത്രമൊഴിച്ചതിന് ശേഷം ഒരു നെടുനിശ്വാസം ഇട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ ആ മരത്തിലും അതും ഒരു പുന്നമരമായിരുന്നു. അതങ്ങനെ പൂത്തു നിൽക്കുകയാണ്. അങ്ങനെ ആലപ്പുഴ അരൂർ റോട്ടിൽ പുന്നകൾ പൂത്തു, പുന്നകൾ പൂത്തു നല്ല പൂമണം വീശി. പ്രഭാകരൻ വണ്ടിയിൽ കയറി. തൻ്റെ അമ്മയെ കാണാൻ പ്രഭാകരൻ വീണ്ടും യാത്രയായി. അങ്ങനെ പ്രഭാകരൻ റോഡിന്റെ വലത് ഭാഗത്തേക്ക് ഒന്ന് വെറുതെ ഒന്ന് നോക്കി. അപ്പോഴും ആലപ്പുഴ അരൂർ റോഡിൽ പുന്നകൾ പൂത്തു, പുന്നകൾ പൂത്തു നല്ല പൂമണം വീശി. അല്ല, ഈ ആലപ്പുഴ അരൂർ റോഡിൽ പുന്നമരം പൂത്തു നിൽക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. നീ ഇനി അത് പറയേണ്ട കാര്യമില്ല, കഥ മുന്നോട്ട് പോട്ടെ. കഥ മുന്നോട്ട് പോവാണ്, അവിടെ തടഞ്ഞു നിൽക്കണ്ട, കഥ മുന്നോട്ട് പോട്ടെ. അങ്ങനെ പ്രഭാകരൻ കാറിൽ കയറി വീണ്ടും യാത്രയായി. തൻ്റെ മരിച്ചുപോയ അമ്മയുടെ മൃതദേഹം ഒരു നോക്ക് കാണാൻ വേണ്ടി അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്തപ്പോൾ പ്രഭാകരന് ദാഹം തോന്നി, പരവശം തോന്നി. പ്രഭാകരൻ ഒരു വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ കാറ് നിർത്തി. അതിന്റെ തൊട്ടരികിൽ ഒരു മുറുക്കാങ്കട. അവിടെ കയറി ഒരു സർവത്ത് കുടിച്ചു. രണ്ടാമതും ഒരു സർവത്ത് കുടിച്ചു. മൂന്നാമതും ഒരു സർവത്ത് കുടിച്ചു. ദാഹം തീർന്നില്ല. നാലാമതും ഒരു സർവത്ത്. മതി 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 മതി, അത് സർവത്ത് കുടിക്കണ്ട. അതെന്താ? ഈ വൈകി മൂത്രം ഒഴിക്കാൻ മുട്ടു അവന്. പിന്നെയും അതാ ഒറ്റയ്ക്കല്ലേ മുള്ളത്, മാഷല്ലല്ലോ മുള്ളത്. അല്ല, പിന്നെ താമസിക്കും വീട്ടിൽ. അപ്പൊ ഒരു സർവത്ത് ക്യാൻസൽ ചെയ്യും. അങ്ങനെ 3 സർവത്തും കുടിച്ച് പ്രഭാകരൻ കാറിൽ കയറി. അങ്ങനെ വീണ്ടും യാത്രയായി. അങ്ങനെ ദൂരേക്ക് നോക്കിയപ്പോൾ ആലപ്പുഴ അരൂർ റോട്ടിൽ പുന്നകൾ പൂത്തു, ആലപ്പുഴ അരൂർ റോട്ടിൽ പുന്നകൾ പൂത്തു. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു വടവൃക്ഷം കണ്ടു. പ്രഭാകരനൊന്ന് മൂത്രമൊഴിക്കണം. പുന്നമരം എന്ന് പറയരുത്. പുന്നമരം വേണ്ട. പുന്നമരം അല്ല, പുന്നമരം വേണ്ട. അത് പുന്നമരമല്ല. ആ വടവൃക്ഷം ഒരു നെല്ലിമരമായിരുന്നു മാഷേ. ആ നെല്ലിമരം, ഇത് കഥയുടെ അവസാനം മാഷക്ക് മനസ്സിലാവുള്ളൂ. ആ നെല്ലിമരത്തിന്റെ ചുവട്ടിലിരുന്ന് മൂത്രമൊഴിച്ച് ഒരു നെടുനിശ്വാസം വിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ ആ നെല്ലിമരത്തിന്റെ തൊട്ടരികിൽ ഒരു ചെറിയൊരു പുന്നമരം പൂത്തു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ആലപ്പുഴ അരൂർ റോട്ടിൽ പുന്നകൾ പൂത്തു, പുന്നകൾ പൂത്തു നല്ല. മതി 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 മതി, കാരണം മതി. തുണി നിന്നിട്ട് തുണി ആയിക്കോട്ടെ ആയിക്കോട്ടെ, തീരുമാനിക്കാം. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, അനവസരത്തിൽ കയറി വന്നവനൊരു അസ്ഥാന വിദൂഷകനാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമുക്ക് നമ്മുടെ പ്രധാന അതിഥികളെ പരിചയപ്പെടുത്തുന്ന ചടങ്ങ് വീണ്ടും ആരംഭിക്കുകയാണ്. ഇതിനിടയിൽ തടസ്സമായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മലയാള സിനിമയിൽ ഒരു പ്രേം നസീറും പ്രേം നവാസും ഉണ്ടായിരുന്നു. അതുപോലെ ഒരു അഭിനവ നസീറും അഭിനവ നവാസും ഉണ്ട്. ഒപ്പം രാജാ സാഹിബും. കോട്ടയം നസീർ, കലാഭവൻ നവാസ്, രാജാ സാഹിബ്. കൂട് വിട്ട് കൂടുമാറുന്ന മന്ത്രം പോലെ ശബ്ദം കൊണ്ടും ശരീരഭാഷ കൊണ്ടും പരിവർത്തനം നടത്തുന്ന ചിരിയുടെ മാതൃക. കോട്ടയം നസീർ, കലാഭവൻ നവാസ്, രാജാ സാഹിബ്.
ടെലിവിഷനിലൂടെ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ സിനിമാല സംഘം. സിനിമാല ടീം ഒടുങ്ങാത്ത ചിരിയുടെ അവനാഴിയുമായി ചിരിയുടെ കൊച്ചു തമ്പുരാക്കന്മാർ. സിനിമാല ഫുൾ ടീം: സാജു കൊടിയൻ, ഹരിശ്രീ മാർട്ടിൻ, രാജീവ് കളമശ്ശേരി, ജയരാജ് സെഞ്ചുറി, കോട്ടയം വില്യം, രഘു കളമശ്ശേരി, അനൂപ്, ഷിനോദ് ആൻഡ് സുബി. ഇനി ക്ഷണിക്കാനുള്ളത് 4 സുന്ദരികളെയാണ്. തെന്നിന്ത്യൻ നടനലാവണ്യം സുകന്യ, മലയാളത്തിന്റെ സന്ധ്യാദീപം പ്രവീണ, അന്നത്തെ കലാതിലകമെന്ന് കുടുംബസദസ്സുകളുടെ സിന്ദൂരത്തിലകം അമ്പിളി ദേവി, പ്രതിനായിക വേഷങ്ങളുടെ പുതിയ പ്രതിനിധി ചന്ദ്ര ലക്ഷ്മൺ. നമസ്കാരം. നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിൽ അതിയായി സന്തോഷമുണ്ട്. I take this opportunity to thank East Coast Mr. Vijayan and the local sponsors for bringing all of us here. നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും എന്നും വേണം. നന്ദി, നമസ്കാരം. അങ്ങനെ ഒരു അബദ്ധം പറ്റി. എന്താ? ജാസി ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ജാസി ഗിഫ്റ്റ് വന്നല്ലോ, പരിചയപ്പെട്ടല്ലോ. അല്ല സാർ, നേരത്തെ വന്നയാൾ യഥാർത്ഥ ജാസി ഗിഫ്റ്റ് ഇല്ല, അവനൊരു കള്ളനാ. ആ അച്ഛനും അവനൊരു കള്ളനാ, നമ്മളെ പറ്റിക്കായിരുന്നു. കണ്ടിട്ട് ജാസി ഗിഫ്റ്റിനെ പോലെ തന്നെ ഉണ്ടല്ലോ അവൻ. അവൻ യഥാർത്ഥ ജാസി ഗിഫ്റ്റ് അല്ല, കള്ളനാണ് അവൻ. കള്ളനാണോ? അതെ. അപ്പൊ അച്ഛനോ? അച്ഛൻ വേറെ പെരുങ്കള്ളൻ. സുഹൃത്തുക്കളെ, ഇവിടെ ചെറിയൊരു അബദ്ധം പറ്റി എന്നാണ് മിസ്റ്റർ സുരേഷ് പറയുന്നത്. ആദ്യം വന്നത് ജാസി ഗിഫ്റ്റ് അല്ല അത്രേ. എന്നാ വിളിക്ക്. ചടുല താളം കൊണ്ട് മലയാളികളുടെ മനസ്സിനെ നൃത്തം ചെയ്യിച്ച ആതുല്യ കലാകാരൻ ജാസി ഗിഫ്റ്റ്. നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞ വളരെ സന്തോഷം. God bless you. Thank you. എന്ത് പറ്റി താമസിക്കാൻ? ഈസ്റ്റ് കോസ്റ്റിന്റെ ഓഫീസിൽ നിന്ന് പ്രോഗ്രാം മാറ്റി വെച്ചായിട്ട്. പ്രോഗ്രാം മാറ്റി വെച്ചത് ഫോൺ വന്നു, കള്ള ഫോൺ. കള്ളന്മാര്. അതെ, ഒരു സെക്കൻഡ് ഇവിടെ നിൽക്കണം. പോരുത്. ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ്. മറ്റവനെ വിളിക്കോനെ. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികൾ ഇടയ്ക്കിടയ്ക്ക് കടന്നുകൂടുന്നു. വിളിക്കോനെ. ഹലോ, വിളിച്ചിട്ട് വരുന്നില്ല, പതുക്കെ നിൽക്കുക. അല്ല, നമ്മൾ തമ്മിലൊന്നും പരിചയപ്പെട്ടില്ലല്ലോ, കണ്ടതല്ലേ ഉള്ളൂ. എന്താ പേര്? ജാസി ഗിഫ്റ്റ്. എന്തോ? ജാസി ഗിഫ്റ്റ്. അച്ഛനും അമ്മ ഇട്ട പേരെന്താ? അത് തന്നെ, ജാസി ഗിഫ്റ്റ്. ആണോ? അതാ, ഈ പ്രേക്ഷകരുടെ അപേക്ഷ പ്രകാരം താങ്കൾ 2 വരി ഒന്ന് പാടണം. അല്ലാതെ ഞാൻ പ്രോഗ്രാം ഇടയ്ക്ക് പാടിയോ? ഇത് പ്രോഗ്രാം ഇട തന്നെയാണ്. 2 വരി പാടി കേൾപ്പിക്കും. അല്ല, പ്രോഗ്രാം ഇടയ്ക്ക് പാടുന്ന അത് നടന്നോട്ടെ. പാടാൻ പറഞ്ഞാൽ പാടിക്കോട്ടെ. ഞാൻ പ്രസിഡന്റാണ്, ഞാൻ തീരുമാനിക്കും. പ്രോഗ്രാം ഇടയ്ക്ക് നമുക്ക് പ്രോഗ്രാം ഇടയ്ക്ക് പാടാം. വേണോ? എന്നാൽ തങ്ങളെ പരിചയപ്പെടാൻ ആൾ വന്നിട്ടുണ്ട്, ഒന്ന് പരിചയപ്പെട്ടുള്ളൂ. അല്ലാതെ സ്റ്റേജിലൊക്കെ വെച്ച് പരിചയം. കുഴപ്പമില്ല. ഹലോ, ഞാൻ ജാസിയാണ്. കുഞ്ഞുപൊക്കോ. എന്താ നിന്റെ പേര്, ശരിക്കുള്ള പേര്? എൻ്റെ പേര് കോട്ടയം വില്യംസ്. കോട്ടയം വില്യംസ്. വില്യംസോ വില്ലൻസോ? വില്യംസ്. നിനക്ക് എന്താ പണി? ഞാൻ ഈ ഇങ്ങനെ ട്രിപ്പിനൊക്കെ ഇടയ്ക്ക് വന്നിട്ട് ചെറിയ മോഷണവും പരിപാടിയൊക്കെ. അത് ശരി. സുഹൃത്തുക്കളെ, നമുക്ക് കലാപരിപാടി അവിടെ നിൽക്കാം. കലാപരിപാടികൾ നമ്മൾ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഇത്തരം തട്ടിപ്പുകാരെ കൈകാര്യം ചെയ്യാനുള്ള ചുമതല ഞങ്ങൾ കമ്മിറ്റിക്കാർക്ക് വിട്ടുതരിക. ജീവിതത്തിന്റെ വേഗതയിൽ തങ്ങൾക്ക് മാത്രം സ്വന്തമായിരുന്ന ഒറ്റപ്പെട്ടുപോയ ദിവ്യമായ പ്രണയത്തിന്റെ സുഗതമായ ഓർമ്മയിലേക്ക് തിരികെ കൊണ്ടുവന്ന ഗാനരചയിതാവ്, നമ്മുടെ ഗ്രഹാതുരത്വത്തിന്റെ മുല്ലപ്പൂ സുഗന്ധം പകർന്നു വന്ന വീഡിയോ ആൽബങ്ങളുടെ സംവിധായകൻ, അവാർഡുകൾ വാരിക്കൂട്ടിയ നിനക്കായി എന്ന ടെലിഫിലിമിന്റെ സംവിധായകൻ, ഗൾഫ് മലയാളികളുടെ മുന്നിൽ പ്രശസ്തമായിട്ടുള്ള സ്റ്റേജ് ഷോകൾ അവതരിപ്പിച്ച സംവിധായകൻ, അതെ, മർഹബ 2005 സംവിധായകൻ ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. സഹൃദയ സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ, പകയും വിദ്വേഷവും മറന്ന് പരസ്പരം ഒന്നിച്ചിരുന്നെങ്കിലെന്ന ആശയവുമായി മനുഷ്യസ്നേഹത്തിൻ്റെയും വിശ്വസാഹോദര്യത്തിൻ്റെയും സന്ദേശവുമായി മർഹബ ഇവിടെ ഉണരുകയാണ്, വിടരുകയാണ്. നമുക്ക് തുടരാം. മർഹബ 2005.